ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ CBZ എക്സ്ട്രീമാണ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ്റെ ബെയറിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. എഞ്ചിൻ ഓയിൽ ഹെഡിൻ്റെ ഭാഗത്ത് ലീക്കേജ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്ക് ഭാഗം ഓയിൽ ലീക്ക് ഉണ്ട്. കോൺസെപ്റ്റ് ചെക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ലൈനറൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ് കിടക്കണേ. പരമാവധി നമ്മൾ ക്യാമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ബ്രേക്ക് ലൈനർ മാറണം. അതേപോലെ തന്നെ നമുക്ക് ഈ സസ്പെൻഷൻ്റെ ബെയറിംഗ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ബെയറിങ്ങിൻ്റെ അവസ്ഥ ഇതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് പോയിരുന്നു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളറൊക്കെ തേമാനം വന്നിട്ടാണ് ആ പ്ലേ കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ രണ്ട് ബെയറിങ്ങും ഈ കോളറും കൂടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഇതാക്കുക, നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കുക. ചെയിൻ നല്ല ചെയിനാണ് കിടക്കണേ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് പേപ്പർ ഫിൽറ്ററാണ് കിടക്കുക. നമുക്കത് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് ലീക്കേജ് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ ഹോൾഡർ ഉണ്ടല്ലോ, ഈ ഹോൾഡറിൻ്റെ ത്രെഡ് കംപ്ലൈൻറ്റ് ആയതാണ് ഓയിൽ ലീക്ക് കാണിക്കാനുള്ള കാരണം. അപ്പോൾ ഇതാണ് നമുക്ക് ലെയ്ത്തിലേക്ക് വിടേണ്ട ഐറ്റംസ്. കാരണം ഇത് അഴിച്ചിട്ട് ഹെഡിൻ്റെ ഈ ക്യാം ഷാഫ്റ്റ് പറഞ്ഞ ഹോൾഡർ അഴിച്ചിട്ട് ഈ ഐറ്റം നമുക്ക് ലെയ്ത്തിലേക്ക് വിട്ട് ത്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു താമസം ഉണ്ടാവും. തന്നെയല്ല നമുക്ക് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം കഴിക്കാനുണ്ട്. ഫോർക്ക് സൈഡ് ഓയിൽ സീലൊക്കെ ലീക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അഴിച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. കോൺസെപ്റ്റിൻ്റെ ഭാഗം നോക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്. അത് വർക്ക് ഇച്ചിരി സ്ലോയിലാണ് നടക്കുകയും ചെയ്യുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ലെയ്ത്തിലൊക്കെ പോയി വന്നിട്ടുള്ള ഹെഡ് ക്യാമിൻ്റെ കേസ് ചെയ്യാനായിട്ട് അതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ബാക്കിലത്തെ സസ്പെൻഷൻ്റെ ബെയറിങ്ങൊക്കെ മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗമൊക്കെ നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. നിലവിൽ നല്ല പ്ലഗാണ്. ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ ഈ MC സബ് അത്ര പെർഫെക്റ്റ് അല്ല. കാരണം ബ്രേക്ക് നല്ല സ്മൂത്ത് അല്ല ശരി കേട്ടോ. അപ്പോൾ അത് നോക്കുക. കാരണം എന്താ വെച്ചാൽ ഈ പിസ്റ്റണൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും അഴിക്കേണ്ടതാണ്. അപ്പോൾ കോൺസെപ്റ്റിൻ്റെ കൂട്ടത്തേക്കൂടെ കോൺസെപ്റ്റും കൂടി ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസ് ചെയ്യേണ്ടതാണെങ്കിൽ ഗ്രീസ് ചെയ്യണം. മാറ്റേണ്ടടി മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫോർക്കിൻ്റെ ഭാഗം കൂടി ക്ലിയർ ചെയ്ത് പോകുമ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ ഡിസ്ക് ബ്രേക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് പോകണമെന്ന് കുറേ കൂടി ബെറ്റർ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ബ്രേക്ക് ഒരു സ്മൂത്ത് അല്ല, നല്ല ഹാർഡായ ഒരു അവസ്ഥയിലാണ്. എന്നാൽ പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങും അല്ല. അപ്പോൾ നമ്മൾ ഈ പിസ്റ്റണൊക്കെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിലുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ബ്രേക്ക് പാഡ് നമ്മളിപ്പോൾ പുതിയത് മാറ്റിയിട്ടാലും നമുക്കതിന് ഒരു നല്ല ലൈഫ് ഉപയോഗിക്കാൻ കിട്ടില്ല. കാരണം പിസ്റ്റൺ ടൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ ലോഡായിട്ട് നിൽക്കും, ഇതേപോലെ പ്രസ്സായിട്ട് നിൽക്കും. അപ്പോൾ അത് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അതേപോലെ കണ്ടീഷനിലേക്ക് വന്നത്. അതങ്ങനെ വരാത്ത പക്ഷം അത് ഇങ്ങനെ കിടന്ന് പതുക്കെ ടച്ചായി കിടന്ന് ഓടി അത് ഒരഞ്ഞ് തീർന്നു പോകും. നമ്മൾ ഉപയോഗിക്കാതെ തന്നെ തീർന്നു പോകും. അപ്പോൾ ബ്രേക്ക് പാഡ് മാറ്റിയിട്ട് ശേഷം അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമാണെങ്കിൽ നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് അഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനത് ഏകദേശം നമുക്കൊരു ഫിഗർ എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം അഴിച്ചാലാണ് നമുക്ക് ഈ ഫോർക്ക് ഓയിൽ സീൽ ലീക്കൊക്കെ ഉള്ളത് കൊണ്ട് ഫോർക്ക് പൈപ്പൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് ദിവസം ഫ്രണ്ട് അഴിച്ചാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിലേക്കുള്ള ബാക്കിയത്തെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു എസ്റ്റിമേറ്റ് തരാം. ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് എത്ര വരും എന്നുള്ള ദിവസം നോക്കിയിട്ട്. അല്ലാണ്ട് നമ്മൾ വെറുതെ ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെറുതെ പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആവണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട് ഫോർക്കൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ MC സബ്ബൊക്കെ മാറ്റേണ്ടി വന്നാൽ നമുക്ക് അതിൻ്റെ റേറ്റിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു വിധം വർക്ക് ബാക്കിലത്തെ എന്തെങ്കിലും നമുക്ക് കൺഫേം ആയിട്ട് നമുക്ക് ചെയ്യേണ്ട വർക്കുകളാണ്. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ ബാക്കിത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്യാം ഷാഫ്റ്റ് ഹോൾഡർ നമുക്ക് ലെയ്ത്തി പോകേണ്ട കേസാണ്. അപ്പോൾ അതിൻ്റെ ഒരു താമസം എന്തെങ്കിലും ഉണ്ടാവും. അത് കിട്ടുന്നതിനനുസരിച്ച് മാക്സിമം നേരത്തെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ.